സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ രൂക്ഷമായ വിമർശനമുയർന്നു. കമ്പനി പോലെ പാർട്ടി പ്രവർത്തനം നടത്തരുതെന്നും പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുക്കുന്നതിനെ വിമർശിച്ചുമാണ് ആളുകൾ രംഗത്ത് വന്നത്. അമിത ജോലിഭാരം കാരണം മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയാ അലക്സ്. SKN ഇന്നലെയാണ് BJPയുടെ സംസ്ഥാന നേതൃയോഗം ഓൺലൈനിൽ ചേർന്നത്. BJP സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ അധ്യക്ഷന്മാർ, പ്രഭാരിമാർ, ഒപ്പം ഇൻചാർജിമാരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായി പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരെയാണ് ഈ ഓൺലൈൻ യോഗത്തിൽ കാര്യമായ വിമർശനം ഉയർന്നത്. ടാർഗറ്റ് പൂർത്തിയാക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ MT രമേശ്, അതുപോലെ S സുരേഷ് എന്നീ ജനറൽ സെക്രട്ടറിമാർക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. ശില്പശാല, വാർഡ് സമ്മേളനം തുടങ്ങിയ കാര്യങ്ങൾ നടക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റേണ്ടി വരുമെന്ന് MT രമേശ് യോഗത്തെ അറിയിച്ചു. തുടർന്ന് മണ്ഡലം പ്രസിഡന്റുമാരും മനുഷ്യരാണ് എന്നാണ് JR പത്മകുമാർ തിരിച്ചടിച്ചത്. ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും മണ്ഡലം പ്രസിഡന്റുമാർക്കും ഉണ്ടെന്ന് എല്ലാവരും ഓർക്കണമെന്നാണ് JR പത്മകുമാർ ഈ യോഗത്തിൽ പറഞ്ഞത്. പാർട്ടി നേതൃത്വം ഓൾ ഇന്ത്യ റേഡിയോ പോലെ ആകരുത് എന്നും അദ്ദേഹം വിമർശിച്ചു. പ്രവർത്തകർക്ക് പറയാനുള്ളതും കേൾക്കണമെന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അവർ മെഷീനാണെന്ന് വിചാരിക്കരുതെന്നും JR പത്മകുമാർ യോഗത്തിൽ വിമർശിച്ചു. പരിപാടി നടത്തിയില്ലെങ്കിൽ തീയതി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കേണ്ടത് മണ്ഡലം പ്രസിഡന്റുമാരുടെ കടമയാണെന്നാണ് ജനറൽ സെക്രട്ടറി S സുരേഷ് തുടർന്ന് വാദിച്ചത്. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ കഷ്ടപ്പാടുകൾ അറിയൂ എന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോപകുമാർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയത്. കമ്പനി നടത്തും പോലെ പാർട്ടിയെ കൊണ്ടുപോകാനാവുകയില്ല എന്നാണ് MV ഗോപകുമാറിന്റെ മറുപടി. താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് അമിത ജോലിഭാരമാണുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം മുതൽ ഗാന്ധി ജയന്തി ദിനം വരെ സേവനവാരം ആചരിക്കുകയാണ് BJP. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ അത്തരത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം സേവന പ്രവർത്തനങ്ങൾ നടത്തണം. ഒപ്പം സംസ്ഥാന നേതൃത്വം പറയുന്ന ശില്പശാലകൾ, വാർഡ് സമ്മേളനങ്ങൾ, സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കൽ തുടങ്ങിയവയൊക്കെ നടത്തണം. അതിനാൽ കനത്ത ജോലിഭാരം മണ്ഡലം പ്രസിഡന്റുമാർക്കുണ്ട്. ഇതെല്ലാം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. പ്രതിഫലം വാങ്ങാതെയാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അവർക്കും കുടുംബമുണ്ടെന്ന് പാർട്ടി മറക്കരുത്. പല മണ്ഡലം പ്രസിഡന്റുമാരും രാജിസന്നദ്ധത അറിയിച്ചതായും ഗോപകുമാർ ഈ യോഗത്തെ അറിയിച്ചു. എന്താണെങ്കിലും ഇന്നലെ ചേർന്ന ഈ സംസ്ഥാന നേതൃയോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു. നേരത്തെ ഈ സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ BJP ഒരു പരിപാടി പോലീസ് DYSP ഓഫീസുകളിലേക്കും SP ഓഫീസുകളിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ജനറൽ സെക്രട്ടറിയായ S സുരേഷ് കഴിഞ്ഞ ദിവസം ജില്ലാ അധ്യക്ഷന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതിൽ ജില്ലാ അധ്യക്ഷന്മാർ കടുത്ത വിയോജിപ്പ് അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അത്തരത്തിൽ പരിപാടിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് അവർ അറിയിച്ചതിനെ തുടർന്ന് 15-ാം തീയതിയിലേക്ക് ആ പരിപാടി മാറ്റുകയായിരുന്നു. ഇത്തരം അമിത ജോലിഭാരം പാർട്ടിയിൽ ഉണ്ടെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.